പഞ്ചാരക്കൊലയിൽ ആശ്വാസം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ രാധയുടെ വീട്ടിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് രതീഷ്. കാരണം രാധയുടെ മരണത്തിന് ശേഷം വനമന്ത്രിയെ വീട്ടിലെത്തുകയും ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും അവരെ സംബന്ധിച്ച് ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് ഇത്. നമുക്ക് ഇംതിയാസ് കരീമിലേക്ക് കൂടി പോകാം. ഇംതിയാസ്, രാധയുടെ വീട്ടിലാണ് ഇംതിയാസ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്, എന്താണ്? പഞ്ചാരക്കൊല്ലി നിവാസികൾ കൊന്നടങ്കം വളരെയധികം ആശ്വാസം നൽകിയ ഒരു വാർത്തയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്ന വാർത്ത. ഞാനിപ്പോൾ നിൽക്കുന്നത് കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീട്ടിലാണ്. അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവരിതാ ഈ മുന്നിൽ കാണുന്ന ഈ ചേട്ടൻ ഇപ്പോൾ ആ കടുവ ചത്തു എന്നുള്ള വാർത്ത യൂട്യൂബിൽ മാതൃഭൂമി ന്യൂസ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആശ്വാസ വാർത്ത അദ്ദേഹം ഇതാ കാണുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ കൂടി നിൽക്കുന്നുമുണ്ട്. ആശ്വാസകരമായ ഒരു വാർത്തയല്ലേ? സന്തോഷമായി. വാർത്തയാണ്, സന്തോഷമായി. ഇനി വേറെ ആരൊന്നും ഇല്ലല്ലോ, വേറെ ആർക്കും ഇനി സംഭവിക്കാതിരിക്കട്ടെ. ഇവിടെ ഇന്നലെ വനം മന്ത്രിയൊക്കെ വന്ന സമയത്ത് നിങ്ങൾ കടുവയെ വെടിവെക്കണം, എന്തായാലും പിടികൂടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു? സന്തോഷായി. ഇനി വേറെ ആർക്കും വരാതെ ഇരുന്നാ മതിയല്ലോ. രാധയുടെ ജീവൻ എടുത്തൊരു കടുവ അല്ലേ? അതന്നെ, രാധയുടെ ജീവൻ എടുത്തൊരു കടുവ. എന്താ ഏട്ടാ പറയുന്നത്? നമുക്ക് സന്തോഷമുണ്ട്, ചത്തയില് സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ ചില ബുദ്ധിമുട്ടുമുണ്ട്. എന്നുവെച്ചാൽ ഇന്നലെ കണ്ടത് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ഇന്നലെ അവരെ പോർഷാരെ അറ്റാക്ക് ചെയ്യുന്ന അറിഞ്ഞാൽ. അതും കഴിഞ്ഞിട്ട് ഇപ്പൊ ചത്ത് കിടക്കുന്ന പറഞ്ഞാൽ നമ്മളെ മെയിൻ റോഡ് തൊട്ട്, നമ്മൾ സ്ഥിരം നടക്കുന്ന മെയിൻ റോഡ് തൊട്ട് ആണ് ചത്ത് കിടക്കുന്ന അറിഞ്ഞാൽ. അപ്പൊ അതന്നെ ആണോ ഇനി നമുക്ക് അത് കുറച്ച് സംശയമാണ്. അതിനൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷെ ഈ പഞ്ചാരക്കൊല്ലിയിലെ ഒരു വിറപ്പിച്ച ഒരു കടുവ അങ്ങനെ പിന്നെ പേടി തീർന്നു, നമുക്ക് ചെറിയൊരു പേടി സമാധാനം ഉണ്ട്. പക്ഷെ ഇനി അത് കുറച്ചും കൂടി തന്നെ ആണോ എന്നൊരു സ്ഥിതി. സമയം മുൻപാണ് ഒരു ആശ്വാസകരമായ വാർത്ത വന്നത്. ഇന്നലെ വനമന്ത്രിയൊക്കെ ഇവിടെ വന്നിരുന്നു, നിങ്ങളോട് സംസാരിച്ചിരുന്നു. ഇപ്പൊ ഇത് തോന്നുന്നു? ആശ്വാസമുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് വെടിവെച്ചതല്ല എന്ന് പറയും, ഇന്നലെ വെടിവെച്ചതാന്ന് പറയുന്നത് കേട്ടു. അതിലൊരു ചെറിയൊരു ആശങ്ക മാത്രം. അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല, അതായത് വെടിവെച്ചതാണോ എന്നുള്ള കാര്യത്തിലൊന്നും. അതെ. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ആശങ്ക മാത്രം ഉണ്ട്. എന്നാലും ഒരു ആശ്വാസം ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഇനിയിപ്പോ ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവില്ലല്ലോ. മരണം ഏറെ വേദനിപ്പിച്ചതുമാണല്ലോ. തീർച്ചയായിട്ടും വല്ലാത്ത വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ, ഇനിയിപ്പോ ആർക്കും ഇതുപോലെ സംഭവിക്കരുത്. ഇനി ആർക്കും ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. ഭീതിയുണ്ടോ ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. രാധ ഈ വീടിന്റെ എല്ലാം ആയിരുന്നു, അതായത് ഇവിടുത്തെ ഒരു അത്താണി ആയിരുന്നോ? തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാം മൂപ്പരെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. ജയലക്ഷ്മി, അത് തന്നെയാണ്. ഞാനിവിടെ വരുന്ന സമയത്ത് ആ കടുവ ചത്ത വാർത്ത അവർ മാതൃഭൂമി ന്യൂസിന്റെ യൂട്യൂബ് ലൈവിലൂടെ തത്സമയം അവരത് കാണുകയായിരുന്നു. കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ ഈ വീടിന്റെ മുറ്റത്തുണ്ട്, വേറെ ആരുമില്ല, പുറത്തു നിന്നുള്ള ആരും ഈ വീടിന്റെ പ്രദേശത്തൊന്നുമില്ല. എല്ലാവരും ഈ ചത്ത കടുവയെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് പ്രിയദർശിനി ഗസ്റ്റ് ഹൗസിന്റെ സമീപത്തേക്കാണ്. അവിടെയാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം കൂടി നിൽക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ വീട്ടിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ വന്നപ്പോൾ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. ആ സമയത്ത് വനം മന്ത്രി ഈ വീടിന്റെ അകത്തേക്ക് കയറി ഈ കുടുംബാംഗങ്ങളോടൊക്കെ സംസാരിച്ചു. സംസാരിക്കുന്ന ആ സമയത്തൊക്കെ ഇവർ ആവശ്യപ്പെട്ടിരുന്നത് രാധയെ കൊന്ന കടുവയെ പിടികൂടണം, വെടിവെച്ചു കൊല്ലണം എന്നായിരുന്നു. മന്ത്രി ആ ഉറപ്പൊക്കെ നൽകിക്കൊണ്ടായിരുന്നു ഇവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ ഇന്ന് രാവിലെ പഞ്ചാരക്കൊല്ലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു കടുവയെ ചത്ത നിലയിൽ അവരുടെ ഒരു പേടി സ്വപ്നമായിരുന്നു, അവർ ഭീതിയോടെ കഴിയുന്ന സാഹചര്യമായിരുന്നു. ആ സമയത്താണ് കടുവ ചത്തു എന്ന വാർത്ത വരുന്നത്. പക്ഷേ എങ്ങനെ ചത്തു, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുകയുമാണ് ഇപ്പോൾ.